ഗൈസ്, അപ്പം നമ്മളൊരു വേറെ ഒരു ചെറിയൊരു ഗ്രാമത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഈ ഗ്രാമത്തിൻ്റെ പേര് അൽ നൗഹ, നഹവ. EHS എന്ന് പറഞ്ഞാൽ എമിറേറ്റ്സ് ഹെൽത്ത് സർവീസസ്. ഇതിവിടെ ഉണ്ട്, അൽ നഹവ ലെക്സസ്. എപ്പോഴും നമ്മൾ ഷാർജയിലാട്ടോ, അതാണത് അത്ഭുതം. ഇതേ ലോണ്ട്രി. നിങ്ങൾ ലോണ്ട്രി കണ്ടിട്ടുണ്ടോ? ലീൻ കഫേ ഒക്കെ ഉണ്ട് അവിടെ. അത് മതിയല്ലോ, ഒരാളിരുന്ന് മേടിക്കുന്നല്ലേ. ഇവിടെ ഒരു സ്കൂളുണ്ട്, അജ്മാൻ അൽ നഹ്വ. നഹ്വ എന്നാടാ. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ എവിടെ പോയാലും ഒമാൻ ചിപ്സ് കിട്ടും. ഇവിടെ ഒരു UAE ഒരു വലിയ ഷെയ്ക്കിൻ്റെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ കാണുമ്പോൾ നമുക്ക് ഒമാൻ്റെ ഫ്ലാഗ് കാണാം ഫ്രണ്ടിൽ. കണ്ടോ, ഒമാൻ്റെ ഫ്ലാഗ് കണ്ടോ? സോ ദാറ്റ് മീൻസ് വെൽക്കം ടു അൽ നഹ. ഇപ്പം നമ്മൾ ഷാർജയിൽ നിന്ന് എക്സിറ്റ് ചെയ്യണം. അവിടെ നമ്മൾ ഒമാനിലേക്ക് കിടക്കുക. അങ്ങനെ നമ്മൾ കടന്നു. ആദ്യം എനിക്ക് നടന്നു പോകണോ ഒമാനിലേക്ക്? എന്നാൽ പിന്നെ കാറിപ്പോ. ഞാനോട് ചോദിച്ചു ഇവന് നടന്നു പോകാൻ ആഗ്രഹമുണ്ടോ, പക്ഷെ ഇവന് നടന്നു പോകാൻ ആഗ്രഹമില്ല. അതാ ഇത് കഴിഞ്ഞാൽ ഒമാനാ. നമുക്ക് നടന്നു പോകാൻ ആഗ്രഹമുണ്ട്. ഇപ്പം നടന്നോ? വേണ്ട, അവന് ആഗ്രഹമില്ല. ഗൈസ്, നമ്മളിപ്പോൾ UAE നിന്ന് കടന്ന് ഒമാനിലേക്ക്. ഇതാ മത്തായി ഇതാ നടന്നു പോകുന്നു ഒമാനിലേക്ക്. ഒമാൻ വിത്തൗട്ട് ബോർഡേഴ്സ്. എടാ, പാസ്പോർട്ടൊന്നും വേണ്ടേ? പാസ്പോർട്ടൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് പോവുക അങ്ങോട്ട് ഒമാനിലേക്ക്. UAE ബാക്കിൽ കാണുന്ന UAE, ഫ്രണ്ടിൽ കാണുന്ന ഒമാൻ. ഒമാനിൽ പോയിട്ട് മത്തായിനെ പിക്കപ്പ് ചെയ്യണം. ഹലോ, ആരാ? ഹല ഹല, നിങ്ങൾക്ക് എവിടെയാ പോണ്ടത്? ഞങ്ങൾ വരുന്നത് UAE തന്നെ. ഒമാനി. ഒമാനി, ഓ ഒമാനി. നിങ്ങൾ സെയിം ഭാഷയാണോ സംസാരിക്കുന്നത്? കുബൂസ്, ഒമാൻ ചിപ്സ് മാലും. നമുക്ക് ഒമാൻ ചിപ്സും കഴിക്കണം. ഒമാനി വന്ന് ഒമാൻ ചിപ്സ് കഴിക്കണം. ഈ സാധനം കഴിക്കാൻ പാടില്ലെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒമാനിൽ വെച്ച് കട വരുമ്പോൾ അതവിടെ വെച്ചോ, തൽക്കാലം അവിടെ വെച്ചോ. ഒമാനിൽ എത്തിയിട്ട് ഇപ്പം നമ്മൾ ഒമാനിൽ എത്തിയില്ലേ? നമ്മൾ ഒമാനിലെത്തി. അപ്പോൾ ഒമാനിലെത്തി കഴിഞ്ഞിട്ട് നമ്മൾ ഒമാൻ ചിപ്സ് കഴിക്കണം. വേറെ ചിപ്സൊന്നും കഴിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞേക്കാം. നല്ല സ്ഥലം കേട്ടോ. ഇവിടെ ചെറിയ ഗാർഡനൊക്കെ ഉണ്ട്. നമ്മൾ വന്നെത്തുമ്പോൾ തന്നെ ഗാർഡൻ പ്ലേ ഏരിയ. പ്ലേ ഏരിയ. അങ്ങനെ നമ്മൾ ഒഫീഷ്യലായി മദ്ദ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ചെല്ലുമ്പോൾ നമ്മൾ സുൽത്താൻ്റെ ഒരു ഫോട്ടോ, നമ്മൾ വരുമ്പോൾ ഒരു ഷാർജ ഷേഖിൻ്റെ ഫോട്ടോ അല്ല അവിടെ ഇരുന്നിരുന്നു. ഇവിടെ വരുമ്പോൾ ഒമാനിലെ സുൽത്താൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. സുന്ദരനായിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഒഫീഷ്യലായിട്ട് ഇപ്പോൾ ഒമാനിലാണെന്നാണ് നമ്മൾ പറയുന്നത്. എന്നാലും നമ്മൾ UAE ഇടയിലാണ് അല്ലേ? നമ്മളിപ്പോൾ UAE ഒരു ചെറിയ ക്യാമ്പിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. കണ്ടോ, അവിടെ കുളിക്കാൻ ഏരിയ ഉണ്ടോ? വെള്ളമൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ. നൈസ് സ്പോട്ടാർ. ചേട്ടൻ മുണ്ടൊക്കെ എടുത്ത് ഐ ആം ദ മലയാളീസ്. കുളിക്കാനുള്ള ഏരിയ ഉണ്ട്. നല്ല വെള്ളം ഉണ്ടല്ലോ അവിടെ. അത് വെള്ളം. ഓ, ഈ റോഡ് എന്ത് റോഡാടേ! വേറെ ലുക്കുള്ള റോഡ്. അവിടെ മഴ പെയ്യും ഉറപ്പാണ് കേട്ടോ. ക്ലൗഡ്സ് കണ്ടില്ലേ? ഹെറിറ്റേജ് വില്ലേജ് ബാർബക്യൂ സ്പോട്ട്, അതാണ് ഇതിൻ്റെ സ്ഥലത്തിൻ്റെ പേര്. ഹെറിറ്റേജ് വില്ലേജ് ബാർബക്യൂ സ്പോട്ട്. ഇവിടെ കുറേ സ്പോട്ട്സ് ഉണ്ട് കണ്ടത്. പക്ഷെ അതെല്ലാം ദുബായിലെ വണ്ടി കേട്ടോ, ഷാർജയിലെ വണ്ടിയല്ല. ഇതെങ്ങനെ താഴത്തേക്ക് ഇറങ്ങി പോവാടാ? അയ്യോ, അവിടെ പോകാൻ പറ്റില്ലേ?
ആ അവിടെയാണല്ലേ വെള്ളം. അത് ഏതെങ്കിലും റോഡായിരിക്കും അപ്പോൾ അത്. ഇവിടെ എല്ലായിടത്തും വെള്ളമുണ്ട് കേട്ടോ. വെള്ളതാ കെട്ടിക്കെടുക്കുന്നു ഇവിടെയൊക്കെ. അടച്ചോ? നമ്മൾ വെള്ളത്തിലേക്കാണ് പോകുന്നത്. റോഡൊക്കെ ഇളകിപ്പോയിട്ടുണ്ട് കേട്ടോ അവിടെ. വെള്ളം നോക്കിയാൽ ഇതെല്ലാം വെള്ളമാണ് കേട്ടോ. വെള്ളത്തിലാ മോട്ടറൊക്കെ വെച്ചിട്ടുണ്ട്. കുഴിയൊന്നുമല്ലല്ലോ. അതെ, വെള്ളം ഇങ്ങനെ ഒലിച്ച് വരിക. അതൊരു വേറെ ഫീൽ ചെയ്യും. അതെ. വാ, ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ആ റോഡ് കണ്ടോ ഫ്രണ്ടിൽ? വാട്ട് എ റോഡ്. വന്നത് വെറുത്തായില്ല ഇവിടെ. ഓ ഇത് നോക്ക് മാത്യു, see that, look at that view man. Very nice. Shit, damn. The underground water നല്ലതായിട്ട് നല്ല രസമായിട്ട് വളർന്നു. അത് കണ്ടോ ഗായ്സ്? ഓ, ഒരു ചെറിയ മരം ഇതിൻ്റെ അടിയിൽ നമുക്ക് വന്നിരിക്കാൻ രാത്രിയൊക്കെ. ഓ നല്ല രസമായിരുന്നു. ആന കട്ട് ചെയ്ത് നിർത്തിയ പോലെ അല്ലേ? Absolutely. പറ്റിയ ലൊക്കേഷൻ ക്യാമ്പിങ്ങിന്. ഒരു ഗ്ലാസ്, അതെ, അതിലൊരു ഐസ്, അതിൽ ഇച്ചിരി ഒരു ഗ്ലെൻമൊറാജു ഇത്രയും ഒരു ആഗ്രഹമുള്ളൂ എനിക്ക്. ഇളക്കണം ഒന്ന്. ആ ഫ്രഞ്ച് ഫ്രൈസും ഉണ്ട്. അശ്ശേ, അവന്റെ കണ്ണ് ഇപ്പളാ തുറന്നു തോന്നുന്നു. കണ്ണ് മാത്രമല്ല മൊത്തം ഗായ്സ്, നിങ്ങളെ ഫ്രണ്ടിലൊരു കാഴ്ച കണ്ടോ? നോക്കി, ആ റോഡ് അങ്ങനെ പോകുന്ന നോക്കി, അങ്ങോട്ട് തിരിഞ്ഞ് വളഞ്ഞ് പൊളഞ്ഞ് കിളഞ്ഞ്. ഞാൻ അടിയിലൊരു ഫുള്ള് ഗ്രാമമാണ് ഇത്. ഫുള്ള് റിയലി, മൈ ഗോഡ്, ഇൻ ദ റെയിൽവേ സ്റ്റേഷൻ, വാട്ട് എ പ്ലേസ്. ഇത്രയും മനോഹരമായ സ്ഥലങ്ങളൊക്കെ ഇവിടെ ഉണ്ടോ? ഓ, ഇത് വെള്ളം, മറ്റേ ബ്രിഡ്ജാട്ടോ ഇവിടെ, വെള്ളം പോകുന്ന സ്ഥലമാണ്. വാവ്, അതൊക്കെ പുതിയ റോഡാ. നമുക്ക് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത് കേട്ടോ. ഓ, എന്താ സ്ഥലമല്ലേ. അവിടെയൊക്കെ വെള്ളത്തിൻ്റെ ബ്രിഡ്ജുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാ ഇവിടെ ഉണ്ടോ വേറൊരു വൈബ് മോനെ. അതാ സ്ഥലം. ഓ, അങ്ങോട്ട് ഇങ്ങോട്ട് വഴിയുണ്ടോ കേട്ടോ അതിൻ്റെ അടിയിലേക്ക്. പണിയെടുക്കുന്നുണ്ടല്ലേ. ഫാംസ് ഓഫ് ദ ഫാംസ്. നിങ്ങൾക്ക് ഫാം കാണിക്കാൻ വേണ്ടി ഞാൻ എന്തൊക്കെ കഷ്ടപ്പെടുന്ന കാണിക്കുന്നു. ഓ, വാട്ട് എ പ്ലേസ്. എന്താണോ ലുക്ക്. ഒരു മഴ ഇപ്പം അലക്കും മത്തായി. ഇപ്പം ഒരു മഴ അലക്കും, നോക്കിക്കോ. അതെ, The road is so new, you can hear. ആ റോഡിൻ്റെ ഒരു, ഈ ഡാമിൽ കുറച്ച് വെള്ളമുണ്ട്. നിങ്ങൾ കണ്ടോ? ഈ ഡാമിൽ നല്ല പോലെ വെള്ളമുണ്ട്. കാണിച്ചു തരാം. കണ്ടോ? റോഡിൻ്റെ സൈഡിൽ മലയിൽ ഗ്രീനറി. ആഹാ, എന്തൊരു ഭംഗിയല്ലേ. എന്നെ ആദ്യം വീഡിയോ എടുക്കാൻ പഠിപ്പിക്കണം. ഇനി നമ്മൾ എത്തിപ്പെടുന്ന സ്ഥലം ഇതാണ്. മദ്ദയുടെ ഹൃദയഭാഗം എന്ന് പറയാം. ഫുൾ ഓഫ് ഫാം ലാൻഡ്സ്. ഓമ്പടാ, എന്ന് നോക്ക്, ഫാമിൻ്റെ ഒരു കളി നോക്ക് മച്ചാ. ദ ഫാമോസ് കിസ്. ഫാമോ ഫാം.
ഇവിടെ വലിയൊരു പറയാം നമ്മള് ഒരു ഡെസേർട്ടിന് ഡെസേർട്ടിനകത്ത് എന്തായാലും പറയില്ല, ഇത് ഡെസേർട്ട് ഒന്നും പറയാൻ പറ്റില്ല, ഇതൊരു സൂപ്പർ വേറൊരു ലെവൽ സ്ഥലമാണ്. അമ്പോ അറ്റ്മോസ്ഫിയർ. ജിജോഷേ, നീ ഇത് കാണുന്നുണ്ടോടാ? ഒറ്റക്കണ്ണ് വെച്ച് കാണാം. ഒറ്റക്കണ്ണ് വെച്ച് നീ നോക്കൂ, ഇതെല്ലാം നോക്ക് മോനെ. മത്തായി കല്ലിന്റെ ബഹളാട്ടോടെ ഇതേടെ മരം കിടക്കുന്നു കല്ലുണ്ടെന്ന് ഭയങ്കര വളരെ ഇഷ്ടപ്പെട്ടു അല്ലേ? അടിപൊളിയല്ലേ? വീണ് കിടക്കുന്ന മരത്തിന്ന് ഇപ്പോഴും അത് വളർന്നു നിൽക്കുന്നു. വളരെ ബ്യൂട്ടിയാണ്. അതാണ് അതിൻ്റേത്. 2 ഗാഫ് മരങ്ങൾ റോഡിന്റെ 2 വശവും, അതിന് നടുക്കൊക്കെ റോഡ്. ദൈവത്തിന്റെ ഒരു കളി എന്ന് പറയുന്നത് സോ ബ്യൂട്ടിഫുൾ. മൊത്തം ആകെ ഷോക്ക് അടിച്ചിരിക്കുകയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതും ആ വലുതായ മരത്തിന്റെ മുകളിൽ ചെത്തിയിട്ടുണ്ട്, കണ്ടോ? എനിക്ക് പറ്റുവാണെങ്കിൽ ഈ മരം എനിക്ക് പറ്റിക്കൊണ്ടോ. ഇത് കൊള്ളാം. ഇത് പൊക്കിക്കൊണ്ടാലോ നമുക്ക്? സൂപ്പർ. ചെറിയൊരു റൂട്ടിൽ നിന്നുണ്ടാകുന്നത് റോഡ് ഉണ്ടാക്കാൻ വേണ്ടി പൊളിച്ചു വെച്ചിരിക്കുകയാണ്. ഓ, വേറെ ലെവൽ സ്ഥലം കേട്ടോ അത്. ഇതൊക്കെ ദുബായ് രജിസ്ട്രേഷനാണ്. ഡൈവേർഷൻ ഹെഡ്. ബ്രിഡ്ജ് ഉണ്ടാക്കുന്നത്. ആ ശരിയല്ലേ? എന്താ റോഡ് ഇവിടത്തേക്ക്. വാവ്. കാക്ക കാക്ക കൂടെ എവിടെ? ഇതേടാ കിണർ. ഇത് കണ്ടോ കിണർ? ബോർവെല്ലാന്നുള്ളല്ലോ. വാവ്. അങ്ങനെ നിങ്ങൾ ബോർവെല്ല് കണ്ടു, ഈ ഗ്രാമം മൊത്തം കണ്ടു. കണ്ടോ മൊത്തം? ഓ, ആടിൻ്റെ ബഹളം അവിടെ, ആടുകളുടെ ബഹളം. ആ, അത് രസമുണ്ടല്ലേ കാണുന്നത് നമ്മുടെ അവിടെ. പക്ഷെ അവിടെ വാഴയുടെ തൈ വല്ലതും ഉണ്ടെന്ന് നോക്കിക്കോ, നമുക്ക് പറിച്ചുണ്ടോ. ഇവിടെ ചെറിയൊരു ഇവിടെ വെള്ളം പോകുന്നുണ്ട് കേട്ടോ, നോക്കിയേ ഈ സൈഡിലെല്ലാം. ആ, ഞാൻ ഈ സൈഡ് നോക്കിയിട്ട് അങ്ങോട്ട് പോകുന്നു. പപ്പായ വാഴ നിൽക്കുന്നോടാ. വാഴ പറിക്കണോ? അടിയുള്ളൂ അല്ലേ? ഓ, ബാക്കിൽ വണ്ടിയുണ്ട്. ഇത് ഫാമാണോ കാടാണോ മനസ്സിലാവുന്നില്ല അത് കണ്ടിട്ട്. അത് ഒമാനാ അല്ലേ? ഒരു ഒമാൻ വണ്ടി കാണാനില്ലല്ലോ. ഇത് ഒമാനാണോ? ആ അല്ല, ഇത് ഷാർജ. ആ കല്ലും അല്ലേ മൊത്തം. ചേട്ടാ, നിങ്ങൾക്ക് പോകണമെങ്കിൽ പോയിക്കോ. ആ, നമ്മൾ മെല്ലനെ വരുന്നുള്ളൂ. ആ വീട് നമ്പർ ഉണ്ടോ? 00002 അല്ലേ? ബ്യൂട്ടിഫുൾ. എന്താ ലുക്കല്ലേ? ഓ, ഇത് UAE അല്ല ശരിക്കും, വേറെന്തോ ലെവൽ സാധനം അത്. അതെ, ഇത് നിൽക്കുന്നു, കാട് പിടിച്ച് നിൽക്കുന്നു. ഷീടാ, ഞാൻ വിചാരിച്ചത് കഴിഞ്ഞതാ. വീണ്ടും ഈ ചാട്ടർ ഒന്ന് ധൃതിയുണ്ട്, പോയിക്കോ. അപ്പോൾ നിങ്ങളൊരു 360 വ്യൂ കണ്ടോ ഇതിൻ്റെ? അയ്യടാ, കണ്ടോ എന്താ സ്ഥലം. വാട്ട് എ ബ്യൂട്ടിഫുൾ ആൻഡ് വണ്ടർഫുൾ ഫണ്ടാസ്റ്റിക് പ്ലേസ്. തൈ എന്ത് തോന്നുന്നു ഇവിടെ വന്നിട്ട്? നിൻ്റെ വയറെല്ലാം കാണാം. വയറൊന്ന് മുടി വെച്ചോ. അവൻ്റെ അല്ല, അവൻ്റെ ജിജേഷിൻ്റെ വൈറൽ ഫീവർ അവന്. എന്തൊരു സ്ഥലമാണോ. ഇഷ്യോ, ഞാൻ എന്തുകൊണ്ട് മുമ്പ് ഇവിടെ വന്നില്ല എന്നാണ് എൻ്റെ ഒരു ദുഃഖം. അതെ, ചോദ്യവും ദുഃഖം. അതാണ് എനിക്കിത്. എന്തുകൊണ്ട് നമ്മൾ ഇതുവരെ വന്നില്ല? ഇതുവരെ ഈ വഴി വന്നില്ലേ? എന്തേ എന്നും വന്നില്ല? ഇവിടെ ഇത് കാടന്നല്ലേ? എന്തോ അതിനുള്ളിൽ നടക്കാനുള്ള സ്ഥലം ഉണ്ടോ? വേലിയുണ്ടല്ലേ?
വഴി കൂടെ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല, അതാ പ്രശ്നം. രണ്ട് സൈഡും റോഡാ. വേലിയുണ്ട്. എന്തോ സൗണ്ടൊക്കെ കേൾക്കുന്നു. ഓ സൂപ്പർ സ്ഥലം കേട്ടോ. ഒരു ചടിയട്ടൻ. എനിക്ക് അങ്ങോട്ട് അതുവരെ നടന്ന് കിട്ടിക്കഴിഞ്ഞാൽ പ്രശ്നമാവും. നമുക്കൊന്ന് റിവേഴ്സ് അടിച്ച് പോയിട്ട് അവിടെ നിർത്തിയാലോ? ആ സ്ഥലത്ത് നോക്കാം. അങ്ങനെ പറ്റില്ലല്ലോ. ഗയ്സ്, നമ്മളൊരു അടിപൊളി ലൊക്കേഷൻ കണ്ടപ്പോൾ നിർത്തിയതാണ്. ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ഒരു ഫാമിൻ്റെ ഇടയിലേക്ക് പോകാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ് ഇവിടെ. മിസ്റ്റർ മത്തായി നടക്കാൻ പറ്റൂ? എനിക്ക് നടക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ ആദ്യം. ആഹാ, നല്ല വേദന കാര്യം. കയറുമ്പോഴായിരിക്കും പ്രശ്നം. ആ, ഇവിടെ വരെ എത്തിയല്ലേ. എന്തോ കരിഞ്ഞ മണല്ലേ? ഓ മൈ ഗോഡ്, നിങ്ങൾ കണ്ടോ ഇത്? ഉണ്ടോ? അമ്പടാ മുത്തേ. ആ അതെ. ഇപ്പം ഗൈസ് നമ്മൾ ഇതാ അവിടെ നിന്നാണ് വന്നത്. ഒരു ഫാമിൻ്റെ ഉള്ളിലാണ്. ആ അടിപൊളിയല്ലേ? ആ അല്ല, അടിപൊളി സ്ഥലം കേട്ടോ. അതെ, മാവൊക്കെ പൂത്ത് വെക്കുന്ന സമയത്ത് നല്ല രസമായിരിക്കും ഇവിടെ. അതെ, ഇവിടെയുണ്ട്, രണ്ട് സൈഡിലുണ്ട്. ഇങ്ങനൊരു ഇരുമ്പ് വേലി ഉണ്ട് കേട്ടോ രണ്ട് സൈഡിലും. എടാ, ഈ പന കണ്ടോ നിൽക്കുന്നത്? വളഞ്ഞു നിൽക്കുന്നത് കണ്ടോ? ലാലേട്ടൻ്റെ പനയാ. എടാ, നീ ഇത് ഈ ഇല പിടിച്ചേ. ഞാൻ ഒരു ഫോട്ടോ എടുത്തിട്ട് മത്തായി പന വടിച്ചൊടിച്ചു എന്ന് പറയാം. ആ ക്യാപ്ഷൻ ഒരു പൂവാ? അതെന്താ പൂവാണല്ലേ? പൂവിട്ട് വെക്കുന്നല്ലേ? ആ കൊള്ളാം. ഓ, നമ്മളിപ്പോൾ അവിടെ നിന്നാണ് വന്നത്, ആ ഭാഗത്ത്. എന്താ സ്ഥലം, നല്ല നീറ്റാണ്. അതിൻ്റെ ഉള്ളിൽ കണ്ടില്ല? ഫാമിൻ്റെ ഉള്ളിൽ കണ്ടോ? അങ്ങനെ കച്ചറ ഒന്നുമില്ല, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ഇട്ടിരിക്കുക. ഓ, കാക്കയുടെ ഒക്കെ സൗണ്ട് കേട്ടില്ല മോനെ? കാക്ക. ഓ, അങ്ങോട്ട് നടക്കാനൊരു സ്ഥലമുണ്ട്. ഓറഞ്ച് ഉണ്ടോ അവിടെ? ആഹാ, ഓറഞ്ചിനെ കണ്ടിട്ടേ കാര്യമുള്ളൂ. ആ അതെന്താ കാണാം? എവിടെ ഓറഞ്ച്? മൈ ഗോഡ്, ഓറഞ്ചസ് ഗൈസ്. ദേ ഓറഞ്ച് എടുക്കുന്നു ഇവിടെ. നോക്ക്, ഓറഞ്ച് എടുക്കുന്നുണ്ടോ? എൻ്റെ പൊന്നെ, ഇതാ ഉണ്ടായേക്കുന്നു. എടാ സൂക്ഷിച്ചു കേട്ടാ, കയ്യ്. ഇതാ മത്തായി ഓറഞ്ച് പറക്കുന്നു. നല്ലതാണോ? നോക്കിയേ, മണത്ത് നോക്കി. Oh, smell is fantastic. ഓ, ഫ്രഷ് സാധനമല്ലേ? അയ്യടാ, എന്തോരം ഉണ്ടല്ലേ. ദാ അതിന്റെ മുകളിലും ഉണ്ട് കണ്ടോ? അത് ഓറഞ്ച് മരം. അമ്പടാ, നല്ല ഓറഞ്ച് ആവണ്ടോ? പപ്പായ കളരോ? പപ്പായ ഓറഞ്ച്, എൻ്റെ പൊന്നു. ആ വയസ്സ് കണ്ടോ ഓറഞ്ച് ഉണ്ടായി വെക്കുന്നുണ്ടോ? ഇതെവിടെയൊക്കെ വെറുതെ വീണ് കിടക്കുക അല്ലേ? ഷേ, ഇത് നോക്ക്,
ചുമ്മാ വീണ് കിടക്കുന്നു ഇവിടെ എല്ലാം. കളയണ്ടേ നമുക്ക് ജിജുവിന് കൊടുക്കാം. അപ്പോൾ ആരെങ്കിലും കണ്ടിരുന്നെന്ന് ചോദിക്കായിരുന്നു കുറച്ച് ഒരെണ്ണം പൊട്ടിച്ച്. ഇവിടെ എൻ്റെ അപ്പൻ്റെ കമ്പനിയുടെ കോസ്മോപ്ലാസ്റ്റ്. ഓ, മത്തായി വികാരഭരിതനായി. ഇതിൽ വെള്ളം പോകുന്നുണ്ട് കേട്ടോ ഇവിടേക്കൊക്കെ. ദ വാട്ടറിങ് ഇറിഗേഷൻ സിസ്റ്റം ഈസ് സോ ഫണ്ടാസ്റ്റിക്. ഇവിടെയൊക്കെ വെള്ളം പോകുന്നുണ്ട്, ഇവിടെയൊക്കെ വെള്ളം വരുന്നുണ്ട്. അയ്യോ, വാവ്. വെള്ളം ഒഴുകി വരുന്നുണ്ട് അവിടുന്ന്. വാവ് ഗായ്സ്, വല്ലാത്തൊരു വ്യൂ ആണ്. ഓക്കെ, ബാക്കിൽ കണ്ടോ, അടിപൊളി വ്യൂ. ആ ഓ, ആ വഴി വണ്ടി പോകുന്നുണ്ടല്ലേ. നമുക്ക് ആ വഴി ഒന്ന് വിട്ടു നോക്കിയാലോ. കൊള്ളാല്ലേ? അങ്ങോട്ട് പോകണ്ട, ഡേഞ്ചറസാ. ഒന്നും ഇതില്ല. ഓ, ഈ വ്യൂ അടിപൊളി കേട്ടോ. ആ കാണിക്കുന്നു. വാവ്, എടാ ഈ വ്യൂ ഉണ്ടല്ലോ ഇതിൻ്റെ, ഭയങ്കര രസം. ഈ സൂക്ഷിച്ചു വാ. ഹൈ 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 ഹൈ. കേവ് വന്നിരിക്കുന്നതിൻ്റെ ആ ഒരു ഷോട്ട് വേണം. എന്ത് ബ്യൂട്ടിഫുൾ ആണ്. ആ വെള്ളം അവിടെ നിന്ന് ഇങ്ങനെ വരുന്നല്ലേ. എന്നായിരുന്നു? ബ്യൂട്ടിഫുൾ. ഓ, വെള്ളത്തിൻ്റെ ഒച്ച കേട്ടത്. അതെ. ഈ വ്യൂ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതങ്ങ് പോവല്ലേ ഇവിടുന്ന് അങ്ങോട്ട്, ഇവിടുന്ന് അങ്ങ് അഴി കൂടെ അങ്ങ് പോവുക. പവടം വരെ ഉണ്ട് ഗൈസ് ഫാമിൻ്റെ അറ്റം. ഓ, എന്ത് രസമല്ലേ ഇവിടെയൊക്കെ. ഈ ഒരു വ്യൂ അടിപൊളിയാണ്. ഈ വ്യൂ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട് ഇവിടെ, പക്ഷേ എൻ്റെ കാല് വയ്യ. അതിനുള്ളിലൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളി ലൊക്കേഷൻ മോനെ, ഓ രക്ഷയില്ല. ആ ഓറഞ്ച് ഉണ്ടായി നിൽക്കുന്നത്, ഓ അടിപൊളി. എന്താല്ലേ, അതിൻ്റെ അപ്പുറത്ത് പപ്പായ. ഇനി എന്താ വേണ്ടത്? വെറുതെ വീണെടുക്കുക ഓറഞ്ചില്ല. ഇവിടെ ഈന്തപ്പനയുടെ കട ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ടോ? ഈ കടഭാഗേ ഒരു കട്ടി കല്ലോണ്ടൊക്കെ കെട്ടി നല്ല രസമായിട്ട് വെച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. അത് നല്ല ഹെവി ആയിട്ടുള്ള പനകളത്.
ആ ഹെവിയുള്ള പനകളാണ്. പക്ഷെ അതിന് ചിലപ്പോൾ ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും അതല്ലേ ആ തറ അങ്ങനെ വെച്ചിരിക്കുന്നത്. ബിക്കോസ് വേറെ ഒരു പന ചെരിഞ്ഞിരിക്കുന്നുണ്ട് അവിടെ. ഓ കിഡിലോസ്ക്. ആഹാ, കൊള്ളാം. ഇറങ്ങി കുളിക്കാൻ പറ്റുന്ന സ്ഥലമാണല്ലേ. ആ അടിപൊളി ഗൈസ്. അല്പം റിസ്കി ആയിട്ടുള്ള സ്ഥലമാണ്. സൂക്ഷിച്ച് പോകണം. എൻ്റെ കാലാണെങ്കിൽ വയ്യ. എനിക്ക് കഷ്ടിച്ച് പോകാനുള്ള സ്ഥലമല്ലോ കേട്ടോ ഇവിടെ. യെസ്, ഇതിനുള്ളിൽ നിന്ന് വെള്ളം ഇതിൽ കൂടെ ഒഴുകിപ്പോകുന്നു. ഇവിടുന്ന് വെള്ളം ഉണ്ടല്ലോ. ഈ ഭാഗത്തേക്ക് വെള്ളം പോകുന്നുണ്ട് കേട്ടോ. ഒക്കെ ഫാമാണ് കണ്ടോ. ഇതെല്ലാം ഒരു ഫാമാണോ അതോ വേറെ ആൾക്കാരുടെ ഫാമാണോ എന്നൊരു പിടുത്തമില്ല. ഇവിടെ വേറെ ഇവിടുന്ന് വെള്ളം വരുന്നുണ്ട്. മൊത്തം നന്നായിട്ട് ഇറിഗേഷണൽ പ്രോസസ്സ് നന്നായിട്ട് നടക്കുന്നുണ്ട് ഇവിടെ. അവിടെ എല്ലാം ഈ ഭാഗം മൊത്തം വാഴയാണ് ഉണ്ടോ. മൊത്തം വാഴക്കൃഷിയാണ് ഉണ്ടോ. ഓ, ഈ ക്യാമറയിൽ കാണുമ്പോൾ നിങ്ങൾ കുറച്ച് ലൈറ്റ് കൂടുതൽ തോന്നി കേട്ടോ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നല്ല ഒരു ഷെയ്ഡി ഫീലിംഗ് ആണ്. ഒരു ഡാർക്ക്നെസ് ഉണ്ട് ഇവിടെ ചെറുതായിട്ട്. അമ്പേ, ഇവിടെ നിന്ന് പുല്ല് കൃഷിയാണോ ഇവിടെ. ഇവിടെ മൊത്തം പുല്ല് കൃഷിയാണെന്ന് തോന്നുന്നു. ഇതിൽ കുറേ പുല്ലിൻ്റെ കൃഷിയുണ്ട്. എടാ നീ അവിടെ പോടാ. ആ നീ അവിടെ എത്തിയോ? അവനവിടെ നടന്ന് അവിടെ എത്തിയോ? ഇത് ഒരുപാടുണ്ട് കേട്ടോ. ഇത് നടന്നു ഇനി നമുക്ക് വഴി തെറ്റിപ്പോകുന്നൊരു സംശയമുണ്ട് മാത്യു. ഈ വഴിയൊക്കെ നോക്കിയാൽ നല്ല രസമല്ലേ. ഇങ്ങനെ നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ കൊലയുണ്ടോ അവിടെ? എടേം, ഓ ശരിയല്ലേ. ഓ ഞാൻ വിചാരിച്ചു കാട് പിടിച്ച് നിൽക്കുന്ന മാത്രമല്ല, കൊലയൊന്നും ഉണ്ടാവില്ല വിചാരിച്ചു. എല്ലാത്തിലും നല്ല കൊല. വമ്പൻ സെറ്റപ്പെട്ട. ആ എന്ത് തിക്നെസ് ആയില്ലേ. അപ്പോൾ എനിക്ക് ഇവരങ്ങനെ പ്ലാൻ ചെയ്തായിരിക്കും അല്ലേ വാഴ. ആ ചിലപ്പോൾ അങ്ങോട്ട് ഒടിഞ്ഞു വീഴാതിരിക്കാനായിരിക്കും ചിലപ്പോൾ അങ്ങനെ. ഇവിടെയൊക്കെ നല്ല എന്തൊരു സീനറി അല്ലേ ഇവിടെ. ഓ എന്ത് രസം. ഇതല്ലേ എന്താ ഇത്, നെല്ലിക്കയാണോ? അല്ലല്ലോ, സ്വീറ്റ് ആയിട്ട് ഒരു കായ ഉണ്ടല്ലോ വാഴ. ഓ കാട് പിടിച്ച് നിൽക്കുന്നു. ഇവിടെ മൊത്തം ഇവരെ പിടിച്ചു കഴിഞ്ഞാൽ വാഴ കിട്ടും. പക്ഷെ ഇത്രയും നമ്മുടെ നാട്ടിലും ഇത്രയും പൊക്കത്തിലാ വളർന്ന. അതെ, ലൈറ്റ് കിട്ടാത്തോണ്ടാണോ ഈ പൊക്കം വന്നു ആയിരിക്കാം. ഇത് അങ്ങ് കാട് പോലെ വളർന്നു നിൽക്കുന്നത് അതാണ്ട്. അത് എത്ര പൊക്കം. ചില വാഴകൾ വെക്കാറുണ്ട്, ചില വെറൈറ്റി. പക്ഷെ ഇത് ഒന്ന് വലുതായി അതിൻ്റെ മുകളിൽ വീണ്ടും വീണ്ടും ഇങ്ങനെ വലുതായി എങ്ങനെ പോകുന്നതാണ്. അതെ അതെ. അപ്പോൾ ഗായ്സ് ഒന്നൊന്നര ഒരു ലൊക്കേഷൻ കേട്ടത്, ഒരു രക്ഷയില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. നല്ല ഫ്രെയിംസ് ഉണ്ട് ഇവിടെ. നമ്മൾ അജിത്തിനെ കൊടുത്തു കഴിഞ്ഞാൽ ഫോട്ടോഗ്രാഫി എടുത്ത് മരിക്കും. അജിത്തിനായിട്ട് ഇങ്ങോട്ട് വരണം ഒരു ദിവസം. ഓ ആ വെള്ളത്തിൻ്റെ സൗണ്ടിനെ കേൾക്കുമ്പോൾ എന്തൊരു മനഃശാന്തിയാണ് അല്ലേ. ഭയങ്കര ഒരു സൂത്തിങ് ഫീലിംഗ്. ആഹാ വാവ്. പപ്പായ എന്തായാ ആ വ്യൂ നോക്ക്. ആ അമ്പടാ എന്താ വ്യൂ. ഇല്ല, അവനാരും കൊണ്ടുപോയില്ല.
അപ്പോൾ ഗായ്സ് നമ്മൾ ഫാമെല്ലാം കണ്ട് ടയേർഡായി തിരിച്ചെത്തിരിക്കുകയാണ്. അയ്യോ മിസ്റ്റർ ജിജേഷ്, ഹൗ ആർ യു ഫീലിംഗ് നൗ? ഐ ആം വെരി ടയേർഡ്. യു മാൻ? ഇവന് കുഴപ്പമൊന്നുമില്ല, എൻ്റെ കാല് നന്നായിട്ട് വേദന എടുക്കുന്നുണ്ട്. നല്ല വേദന. നല്ല വേദന എന്ന് പറയുമ്പോൾ നടക്കുമ്പോൾ സുഖമാണ്, നടന്നു കഴിഞ്ഞ് ഇരിക്കുമ്പോൾ ആ ഒരു ചെറിയ വേദന വരുന്നത്. ആ അതെ, മാമ്പ് കഴിയുമ്പോൾ ഒരു ചെറിയ വേദന. പക്ഷേ ഇപ്പോൾ സ്ട്രെയിറ്റ് ആക്കി വെച്ചപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് ഒന്ന് പോയി നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്.